എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഡിസംബർ 28 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരളത്തിലെ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് വെള്ളക്കരം സൗജന്യമാക്കുന്നതിന് അപേക്ഷ നൽകാവുന്നതാണ്. കേരള വാട്ടർ അതോറിറ്റി BPL വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ജനുവരി 1 മുതൽ 31 വരെ അപേക്ഷ സമർപ്പിക്കാം. പ്രതിമാസം 15 കിലോ ലിറ്റർ, അതായത് 15,000 ലിറ്റർ വരെ മാത്രം ജലം ഉപയോഗിക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. 2026 BPL ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവരും അതുപോലെ പുതുതായി ആനുകൂല്യം ആവശ്യമുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2026 ജനുവരി 31 മുമ്പ് bpl.app.kwa.kerala.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ഉപഭോക്താക്കളുടെ ഈ അബാക്കസ് വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ റേഷൻ കാർഡ് വിവരങ്ങളുമായി താരതമ്യം ചെയ്ത ശേഷം അർഹതയുള്ളവർക്ക് ആനുകൂല്യം അനുവദിക്കും. വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവരും പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവരും ജനുവരി 31 മുമ്പ് കുടിശ്ശിക അടച്ചു തീർത്ത് കേടായ മീറ്റർ മാറ്റിസ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പദ്ധതിക്ക് അപേക്ഷ നൽകിയാൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ. അതുപോലെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്കും ഈ വർഷം മുതൽ BPL ആനുകൂല്യം അനുവദിക്കുന്നതാണ്. മുമ്പ് അത് ലഭിച്ചിരുന്നില്ല. ഈ വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾ അപേക്ഷയോടൊപ്പം വാടക കരാറിന്റെ പകർപ്പും വീട്ടുടമസ്ഥന്റെ സമ്മതപത്രവും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയോ ടോൾ ഫ്രീ നമ്പറായ 1916 വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അക്ഷയ CSC കേന്ദ്രങ്ങളിലൂടെ ഇത് ഓൺലൈനായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ ഉടൻ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്വന്തമായി ഓൺലൈനായി അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെ എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇതിനുവേണ്ടി KSmartന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. www.ksmartlsgkerala.gov.in എന്ന വെബ്സൈറ്റ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്. KSmartൽ മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നികുതി അടക്കുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റ് എന്ത് സേവനങ്ങൾക്കും ഇപ്പോൾ KSmart ആണ് ഉപയോഗിക്കേണ്ടത്. അതിൽ മുമ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇത് അവരുടെ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക. ഇനി ലോഗിൻ ഇല്ലാത്തവരാണ് എങ്കിൽ, ആദ്യമായിട്ട് കയറുന്നവരാണ് എങ്കിൽ സൈറ്റിന്റെ വലതുവശത്ത് കാണുന്ന രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് സിറ്റിസൺ രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ലോഗിൻ ഉണ്ടാക്കുക. ഇനി ലോഗിൻ ചെയ്യുന്ന രീതി, വലതുവശത്ത് മുകളിലായി കാണുന്ന ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന സിറ്റിസൺ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ രജിസ്റ്റർ ചെയ്തപ്പോൾ ലോഗിനിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് സെൻഡ് OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ലോഗിൻ പൂർത്തിയായി. പിന്നീട് നമ്മൾ അപേക്ഷ നൽകുകയാണ് വേണ്ടത്. അപേക്ഷ നൽകുന്ന രീതിയാണ് ഇനി പറയുന്നത്. ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇടതുവശത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സ്ത്രീ സുരക്ഷ സ്കീം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്ത്രീ സുരക്ഷ സ്കീം എന്ന കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. കാർട്ടിൽ ആപ്ലിക്കേഷൻ ഫോം സ്ത്രീ സുരക്ഷാ സ്കീം എന്നതിലാണ് പിന്നീട് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം സ്ഥിരമായി താമസമുള്ള തദ്ദേശ സ്ഥാപനം തിരഞ്ഞെടുക്കുക. ആധാർ നമ്പറും പേരും കൃത്യമായി നൽകി വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ആധാർ കൺസെന്റ് വിവരങ്ങൾ വായിച്ചതിന് ശേഷം ഐ എഗ്രി എന്ന് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. നൽകിയ ആധാർ നമ്പർ വിവരങ്ങൾ ഉപയോഗിച്ച് അപേക്ഷകയുടെ വിവരങ്ങൾ സോഫ്റ്റ്വെയർ പരിശോധിക്കുന്നതാണ്. വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അപേക്ഷകയുടെ റേഷൻ കാർഡ് വിവരങ്ങൾ ഇതിൽ തെളിയും. ഇത് വായിച്ചു നോക്കി വിവരങ്ങൾ ശരിയാണ് എങ്കിൽ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് അപേക്ഷകയുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ നൽകി പിന്നീട് അപേക്ഷകയുടെ തൊഴിൽ വിവരങ്ങൾ നൽകി വീണ്ടും പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം അപേക്ഷകയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക. അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. ശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഏത് രേഖയാണോ സമർപ്പിക്കുന്നത് ആ രേഖ തിരഞ്ഞെടുത്തതിന് ശേഷം രേഖ അറ്റാച്ച് ചെയ്യുക. അത് നമ്മൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത് എങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്ത് അത് ചെയ്യുക. അല്ല എങ്കിൽ സ്കാനർ ഉണ്ട് എങ്കിൽ അത് സ്കാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ശേഷം അപേക്ഷയുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല ഫോട്ടോയുടെ കാര്യം.
എന്നതിന് ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് എലിജിബിലിറ്റി വിവരങ്ങൾ നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഇത് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. പിന്നീട് നമ്മൾ അപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട നമ്മുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പ്രിവ്യൂ ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയും. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നോക്കി ഒന്ന് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സാക്ഷ്യപത്രം ഓപ്പൺ ആയി വരും. അതിനുശേഷം ഗെറ്റ് OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വരുന്ന OTP കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി അപേക്ഷ സമർപ്പിച്ച അക്നോളജ്മെന്റ് ലഭിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് സ്വന്തമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ സ്വന്തമായിട്ട് കഴിയുന്ന ആളുകൾ ചെയ്യുക, ഇല്ലാത്തവർ അക്ഷയയിൽ പോയിട്ട് ചെയ്യുക. നമുക്കറിയാം ഡോക്യുമെന്റ് ഒക്കെ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. ഡോക്യുമെന്റ് പറഞ്ഞ വയസ്സ് തെളിയിക്കുന്ന ഡോക്യുമെന്റ് സ്കാൻ ചെയ്യേണ്ടതുണ്ട്. ബാക്കി വിവരങ്ങൾ നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് റിപ്പോർട്ടിൽ പറയുന്നത് പെൻഷൻ തുക ഇനിയും കൂട്ടുകയാണ് എന്നുള്ളതാണ്. അടുത്ത മാസമാണ് ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ബജറ്റിൽ പെൻഷൻ തുക കൂട്ടും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പെൻഷൻകാർ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകളുമാണ് വീഡിയോയിലുള്ളത്. വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: തദ്ദേശത്തിലെ ക്ഷീണം മാറ്റാൻ ജനപ്രിയ ബജറ്റ്, ക്ഷേമ പെൻഷൻ കൂട്ടിയേക്കും, ശമ്പള പരിഷ്കരണത്തിനും സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അകറ്റാൻ ബജറ്റിൽ ആനുകൂല്യ പെരുമയ്ക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ജനുവരി അവസാനത്തോടു കൂടിയോ ഫെബ്രുവരി ആദ്യത്തോടു കൂടിയിട്ടോ അവതരിപ്പിക്കുന്ന ബജറ്റിൽ വൻ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. ക്ഷേമ പെൻഷൻ ഒരു തവണ കൂടി വർദ്ധിപ്പിക്കുന്നതടക്കം സജീവ പരിഗണനയിലാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നതും ബജറ്റിലുണ്ടാകും. ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ബജറ്റിനോടനുബന്ധിച്ചുണ്ടാകും എന്നാണ് സൂചന. ഇതിനായി ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി KN ബാലഗോപാൽ ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒക്ടോബറിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ചത്. 2000 രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് 2 മാസം, അതായത് നവംബറിലും ഡിസംബറിലുമാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. 13,000 കോടി രൂപയാണ് ഇതിനായി സർക്കാർ അധികം നീക്കിവെച്ചത്. ഇതുകൂടാതെ സാമൂഹ്യക്ഷേമ പദ്ധതി ഗുണഭോക്താക്കൾ അല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമനുകൾക്കും പ്രത്യേക സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനു പുറമെയാണ് ആശാ വർക്കർമാർക്കുള്ള അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക 1 ഗഡുവും അനുവദിച്ചത്. ഇതിന് പുറമെയാണ് തൊട്ടടുത്ത മാസം നടക്കുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത്. സർക്കാർ വാഗ്ദാനത്തിൽ പറഞ്ഞിട്ടുള്ള 2,500 എത്തിക്കാൻ 500 രൂപ കൂട്ടും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ക്ഷേമ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്ന 2000 അധിക നാളിൽ ലഭിക്കില്ല. പകരം 2,500 ആയിരിക്കും എല്ലാ മാസവും പെൻഷൻ ലഭിക്കുക. ഫെബ്രുവരിക്ക് ശേഷം, ഫെബ്രുവരി മുതലോ അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷമോ 2,500 രൂപ പെൻഷൻ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതിന്റെ ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും. ബജറ്റ് നടക്കുന്നത് 2026 ജനുവരി അവസാന ആഴ്ചയിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ ആയിരിക്കും. എന്തെങ്കിലും കാരണവശാലോ മസ്റ്ററിംഗ് ചെയ്യാത്തതോ മറ്റോ കാരണങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ അതെല്ലാം ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സേവനയിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക. അത് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതേസമയം വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വന്നതായിട്ടുള്ള റിപ്പോർട്ടില്ല. ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ ഏൽക്കുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. എന്ത് ആവശ്യപ്പെടുകയാണ് എങ്കിലും അത് കൃത്യമായിട്ട് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ലഭിക്കുന്ന 2,000 അല്ല, ഇനി 500 കൂടി 2,500 എല്ലാ മാസവും ലഭിക്കും. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരെല്ലാം ഉണ്ട് എങ്കിൽ, പെൻഷൻ ലഭിക്കാത്തവർ ഉണ്ട് എങ്കിൽ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ നൽകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്വർണ്ണവിലയിൽ ഇന്നും വലിയ വർധനമാണ് ഉണ്ടായത്. ഇന്ന് പവന് 880 രൂപ കൂടി 1,03,560 രൂപയായി. ഗ്രാമിന് 110 രൂപ കൂടി 12,945 പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ